BJP നേതാവ് പാലോട് സന്തോഷ് കൂടി ചേരുന്നുണ്ട്. CR നീലകണ്ഠന്റെ വാക്കുകളടക്കം താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഒരു പക്ഷേ ഈ CPM-ന്റെ അണികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒട്ടും ഉൾക്കൊള്ളാനാകാത്ത ഒരു ആരോപണം ആണ് RSS ബന്ധം എന്നത്. പക്ഷേ അൻവറെ പോലെ ഒരാളാണ് പറഞ്ഞത്. അൻവർ ഇത് പറയുക മാത്രമല്ല, RSS നേതാക്കളുമായി ADGP കൂടിക്കാഴ്ച നടത്തി എന്നത് സംബന്ധിച്ച് പിന്നീട് സ്ഥിരീകരണം ഉണ്ടാവുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോഴത്തെ ഈ പൂരം കലക്കൽ വിവാദം, അതുമായി ബന്ധപ്പെട്ടും ADGP നൽകിയിട്ടുള്ള റിപ്പോർട്ട് തള്ളണമെന്ന ആവശ്യം നേരത്തെ തന്നെ ഉയർന്നു വന്നതാണ്. ഏറ്റവും ഒടുവിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം BJP നേതാവും ഇപ്പോൾ കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള സുരേഷ് ഗോപി ആംബുലൻസ് ദുരുപയോഗം ചെയ്ത് യാത്ര ചെയ്തു എന്നതിൽ പോലും ഒരു നടപടിയും ഇതുവരെയും എടുത്തില്ല എന്ന പരാതി CPI-ക്കും ഉണ്ട്. അവിടെയാണ് ഈ ബന്ധം സംബന്ധിച്ച് സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നത്. ശ്രീ പാലോട് സന്തോഷ്, ഇതിന് ഞാൻ വ്യക്തമായി മറുപടി പറയാം. ഒന്ന്, ബലദേവ് പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അൻവറിനെതിരെ ശക്തമായ നിലപാട് നേരത്തെ മുതൽ സ്വീകരിച്ചിരുന്നു. CPI ഉൾപ്പെടെ ഘടകകക്ഷികൾ അൻവറിനെതിരെ നിലപാട് സ്വീകരിച്ചു എന്ന് പറഞ്ഞത് സത്യവിരുദ്ധമാണ്. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. ഒന്ന്. രണ്ട്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കള്ളക്കടത്ത് മുതൽ ഇങ്ങോട്ട് ശിവശങ്കറും ഈ ADGP-യും ഒക്കെ ഉള്ള അവിശുദ്ധ കൂട്ടുകെട്ട് അന്നു മുതലേ ഉണ്ട്. ഈ ഓരോ വിഷയങ്ങളും ശിവശങ്കറും അതുപോലെ തന്നെ ADGP ആയ അജിത്തും മുഖ്യമന്ത്രിയുമായും അതുപോലെ തന്നെ ഇപ്പോഴത്തെ പൊളിറ്റിക്സ്, അന്ന് പൊളിറ്റിക്സ് സെക്രട്ടറി ആയിരുന്നില്ല, ഇവരെല്ലാവരുമായി ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെ പല കാര്യങ്ങളും ചെയ്തതായിട്ട് നമുക്ക് നോക്കിക്കാണാൻ കഴിയും. CPM പാർട്ടിക്കും കേരളത്തിലെ ഇടതുപക്ഷ എവിടെയാണ് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി? ബലദേവ് പറയുന്നിട്ട് ജനാധിപത്യ മുന്നണി ഇടതുപക്ഷം എന്നൊക്കെ പറയുന്നിട്ട് എവിടെയാണ് ഇടതുപക്ഷ ജനാധിപത്യം? ശരിയാണ്. ഒരു കാര്യം, അതെ, ബിനോവിശ്വം ഇന്ന് പറഞ്ഞത് ADGP-ക്ക് തുടരാനാവില്ല, അനുവദിക്കില്ല എന്നാണ്. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഈ CPI എന്ന് പറയുന്ന കക്ഷി യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ അഭിപ്രായം പറഞ്ഞുള്ള ഏതെങ്കിലും ആർജവത്തോടുകൂടി പറഞ്ഞാൽ ഇന്നത്തെ നേതൃത്വം, CPM-ന്റെ നേതൃത്വം പുച്ഛത്തോടെ തള്ളില്ലേ? ആരെല്ലാം ഇരുന്ന് സീറ്റാണ് CPI-യുടെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞാൽ? VS അച്യുതാനന്ദനായാലും EMS ആയാലും അതുപോലെ EK നായനായാലും ഇവരൊക്കെ ഭരിക്കുമ്പോൾ CPI-യുടെ സംസ്ഥാന സെക്രട്ടറിമാരുടെ പവർ എന്തായിരുന്നു? ഏതോ വിഷയങ്ങൾ ഇടതുപക്ഷ മുന്നണിയിലുണ്ടായാലും ശക്തമായി ഇടപെടുന്ന ഒരു മുന്നണിയായിരുന്നു കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യമില്ല. ഇവിടെ കേന്ദ്രീകൃതമായ അധികാര താല്പര്യങ്ങൾക്ക് വേണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എടുക്കുന്ന തീരുമാനങ്ങൾ വാമൊഴി പോലെ നടപ്പിലാക്കുന്ന ഗവൺമെൻറ്റും മുന്നണിയുമാണെന്നുള്ളത്. ഇന്നും കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയുടെ മന്ത്രിമാർ പണ്ടത്തെ ഹെഡ് മാസ്റ്റർ മുമ്പിൽ നിൽക്കുന്ന കുട്ടികളെ പോലെയാണ്. അദ്ദേഹത്തിനോടൊപ്പം ലിഫ്റ്റ് കയറാൻ പോലെ ഒരു മന്ത്രിയോ നേതാക്കൾക്കോ ഭയമാണ്. ഇതെന്തൊരു ഏകാധിപത്യമാണ്? അങ്ങനെ ഒരു ഏകാധിപത്യത്തിൽ ഒരു ഏറ്റവും വലിയ സുപ്രധാനമായ ജനാധിപത്യ സംവിധാനമുള്ള കേരളം പോലുള്ള സംസ്ഥാനത്ത് ഇതുപോലുള്ള പ്രവർത്തികൾ നമ്മൾ ചിന്തിക്കണ്ടേ? ഒരു കാര്യം കൂടി പറയട്ടെ, ബലദേവ് പറഞ്ഞല്ലോ ഈ അൻവറുമായി ബന്ധപ്പെട്ട് വന്ന വിഷയങ്ങളിൽ അൻവർ കുഴപ്പക്കാരനായിരുന്നു എന്ന് പറഞ്ഞല്ലോ, ഉദ്യോഗസ്ഥർ പറഞ്ഞല്ലോ, CR പറഞ്ഞല്ലോ. എന്തുകൊണ്ട് അഴിമതിക്കെതിരെയും അതുപോലെ അക്രമത്തിനെതിരെയും നിലപാട് സ്വീകരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണെങ്കിൽ ഈ ഉദ്യോഗസ്ഥന്മാരുടെയും ജില്ലാ കളക്ടറുടെയും റിപ്പോർട്ടിനനുസരിച്ച് നടപടി സ്വീകരിച്ചില്ല? അപ്പോൾ അന്ന് അൻവർ കൊള്ളാം. രണ്ടാമത് അൻവർ എന്തുകൊണ്ട് എതിർത്തു? ഈ പല കാര്യങ്ങളിലും ഞാൻ മനസ്സിലാക്കുന്നു അൻവറുമായി ബന്ധപ്പെട്ട് CPM-ൽ ഒരു വിഭാഗം സപ്പോർട്ട് ചെയ്യുകയും ഒരു വിഭാഗം എതിർക്കുകയും ചെയ്തു. എതിർക്കുന്ന സമയത്ത് വന്നപ്പോൾ പല കാര്യങ്ങളും അൻവർ പരാതിയുമായി പാർട്ടിയെ സമീപിച്ചു. പാർട്ടി ആദ്യം പരിശോധിക്കാം. ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരു പാർട്ടി, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി അൻവറിനെ പോലുള്ള ഒരാളിൻ്റെ മുമ്പിൽ യാചനയോടെ നിങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു എന്ന് പറയുന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലവാരം എവിടെ പോയി? അത് കഴിഞ്ഞ് അദ്ദേഹം കൊടുത്ത കുറേ കാര്യങ്ങളിൽ എന്തൊക്കെയോ വസ്തുനിഷ്ഠമായിട്ടുണ്ട് എന്ന് അൻവർ പറയുന്നു, പാർട്ടി പറയുന്നു ഇല്ല. എന്തുകൊണ്ട് പറയുന്നു? പാർട്ടി, ഞാൻ മനസ്സിലാക്കുന്നു, നമ്മുടെ ഗോവിന്ദ മാഷും CM-ഉമായി മുഖ്യമന്ത്രിയുമായി സംസാരിക്കുമ്പോൾ അൻവറിൻ്റെ പരാതികൾ ഇന്ന വിഷയങ്ങളാണ്, അപ്പോൾ അതെടുക്കുക, നമുക്ക് പരിശോധിക്കാൻ പറ്റില്ല, അന്വേഷിക്കാൻ പറ്റില്ല എന്നുള്ള നിലയ്ക്ക് തള്ളിക്കളഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു അൻവറിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അൻവർ വീണ്ടും ആരോപണങ്ങളായി മുന്നോട്ട് വന്നു. ഇതൊന്നും മനസ്സിലാക്കേണ്ട ഒരു വ്യക്തതയുണ്ട്. കേരളം പോലെ പ്രബുദ്ധതയുള്ള സാമൂഹിക രാഷ്ട്രീയ വിദ്യാഭ്യാസപരമായി പ്രബുദ്ധതയുള്ളൊരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഒരു ADGP, ക്രമസമാധാനം നിയന്ത്രിക്കുന്ന ADGP-ക്കെതിരെ 4 അന്വേഷണം നടക്കുമ്പോൾ ആ ADGP-യെ മാറ്റി നിർത്താനുള്ള ധാർമ്മികത ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്ന വകുപ്പിന് വേണ്ടേ? പൂർണ്ണമായി ആഭ്യന്തര വകുപ്പ് പരാജയമാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിവാക്കേണ്ടതാണ്. അവിടെയാണ് കോൺഗ്രസ് ഉയർത്തുന്ന സംശയം. മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണെന്നാണ് പറയുന്നത്. ഞാൻ അതിലേക്ക് വരട്ടെ അഭിലാഷ്.
ADGP RSSുമായി കൂടിക്കാഴ്ച നടത്തി എന്ന് തെളിവില്ല എന്ന് അൻവർ പറയുന്നു. എന്നാൽ കൂടിക്കാഴ്ച നടത്തി എന്ന് പറയുന്നു. അന്വേഷിക്കട്ടെ. അജിത്ത് കാണാൻ പോകുന്നത് കൂടിക്കാഴ്ച നടത്തി എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ തെളിവും വേണ്ടേ? ഞാൻ പറഞ്ഞോട്ടെ, അങ്ങനെ ഒരു ചർച്ച നടത്തിയിട്ട് അങ്ങനെ ഒരു ചർച്ച അങ്ങനെ തെളിവ് സംബന്ധിച്ച് നമുക്കൊരു ചർച്ചയുടെ ആവശ്യമില്ല. ഞാൻ വ്യക്തമായി പറയാം. അത് RSSും അജിത്തുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഏതാണ് എന്താണെന്ന് മറുപടി പറയേണ്ടത് ആർക്കെങ്കിലും മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായം പറയട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം അത് മുഖ്യമന്ത്രി പറയണം. അത് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ. ശ്രീ പാലോട് സന്തോഷ്, അതാണല്ലോ ഇവിടുത്തെ പ്രശ്നം. അതായത് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായ ഇന്റലിജൻസ് സംവിധാനമുണ്ട്. നമ്മളെപ്പോഴും കേരള പോലീസിനെ കുറിച്ച് അഭിമാനം കൊള്ളുന്നവരല്ലേ. അതിൽ അങ്ങനെയുള്ള കേരള പോലീസിന് അതിന്റെ തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥൻ RSSുമായി കൂടിക്കാഴ്ച നടത്തിയാൽ അത് ഉദ്യോഗസ്ഥ തലത്തിലെങ്കിൽ അതെന്തിന്? അതല്ല മറ്റാരുടെയെങ്കിലും ദൂതനായിട്ടാണ് എങ്കിൽ അതെന്തിന്? ഇതൊന്നും അറിയാൻ പറ്റാത്ത സംവിധാനമാണോ നമുക്കുള്ളത്? അല്ല, ഞാൻ പറഞ്ഞത് അതാണ്. അത് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് അന്വേഷിക്കട്ടെ. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആര് പറഞ്ഞിട്ട് പോയി എന്താണെന്നുള്ളത് അത് അന്വേഷിച്ചു, അല്ലെങ്കിൽ അത് ബന്ധപ്പെട്ടവർ പറയട്ടെ. ഞാൻ പറഞ്ഞത് എന്താ? ഞാൻ പറഞ്ഞു വന്നത് ഈ ഗവൺമെന്റ് എടുത്ത ഓരോ കാര്യങ്ങളിലും എല്ലാം സംശയത്തിന്റെ നിഴലിലാണ് കൊണ്ടുപോകുന്നത്. എന്തിനാണ് അതുള്ളത്? ഒരാൾക്കെതിരെ ആരോപണം ഉണ്ടായി. നമുക്ക് കഴിഞ്ഞ സമയങ്ങളൊക്കെ അറിയാലോ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ആർക്കെങ്കിലും എതിരെ അങ്ങനെ ആരോപണമോ ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണം വന്നാൽ 24 മണിക്കൂറിനകം നടപടിയെടുക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഇപ്പൊ എന്താ ഇല്ലാത്തതെന്ന് ഞാൻ പറയാം, വളരെ വ്യക്തമായി പറയാം. ഇന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ആരാണ്? പിണറായി വിജയനാണ്. ഇന്ന് കേരളത്തിലെ ക്യാബിനറ്റ് എന്ന് പറഞ്ഞ ആരാണ്? പിണറായി വിജയനാണ്. ഏതെങ്കിലും ഒരു മന്ത്രിക്ക് നിങ്ങൾക്കറിയോ ഈ കേരളത്തിൽ ഇപ്പൊ ഭരിക്കുന്ന ഓരോ വകുപ്പിലും ഉന്നത ഉദ്യോഗസ്ഥ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുന്നതും ഓരോ ഉന്നത തലങ്ങളിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത് മന്ത്രിമാർ പോലും അറിയുന്നില്ല. അത് CPM-ഉം ബന്ധപ്പെട്ട യൂണിയന്മാർ. ഇതിന്റെ ഭാഗമായി വരുന്ന എന്താ? കേരളത്തിലെ എല്ലാ മേഖലകളും നാശത്തിലേക്ക് പോകുന്ന അല്ലെങ്കിൽ വികസന വിരുദ്ധതയിലേക്ക് പോകുന്നത് കാരണം അതാണ്. അപ്പോൾ പ്രധാനമായും കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ട ഒരു ഗവൺമെന്റ് കേരളത്തിൽ. അവിടെയാണ് ശ്രീ പാലോട് സന്തോഷ് ഇപ്പോൾ CR നീലകണ്ഠൻ പറഞ്ഞതിന്റെ താങ്കൾ ശരിവെക്കുന്ന ഒരു സമീപനം ഉണ്ടാകുന്നു. പാർട്ടിയൊന്നൊന്നില്ല, പിണറായി വിജയനാണ്, ഏകാധിപത്യമാണ്. അപ്പോൾ പിണറായിയാണ് തീരുമാനിക്കുന്നത്. അവിടെയാണ് RSSുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളോ നീക്കുപോക്കുകളോ ചർച്ചകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതും പിണറായി വിജയനാണ് തീരുമാനിക്കുന്നത് എന്ന അവസ്ഥയല്ലേ ഉള്ളത്? അല്ല, അത് RSSുമായി ബന്ധപ്പെട്ട് തീരുമാനിക്കുന്നത് അതെങ്ങനെയാ പിണറായി വിജയനാകുന്നത്? ഇപ്പോൾ ADGP അങ്ങനെ പിണറായി വിജയൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് RSSനെ നിയന്ത്രിക്കുന്നത് എങ്ങനെയാ പിണറായി വിജയനാകുന്നത്? ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞാൽ, ഞാൻ ജനാധിപത്യം ഇല്ല അത് ഇനി ആവർത്തിക്കുന്നില്ല, CPM നേതൃത്വം കൊടുക്കുന്ന മുന്നണി എന്തുകൊണ്ട് ഇത്രയും താഴേക്ക് പോയി? CPM-ൽ നിന്നും അഭിലാഷ് ഇടതുപക്ഷ മുന്നണിയുടെ LDYF ഇടതുപക്ഷ യുവജന സമിതിയുടെ കൺവീനറായി പ്രവർത്തിച്ച് നിരവധി സമര പോരാട്ടങ്ങൾ നടത്തിയ, എന്നോടൊപ്പം 10,000-കണക്കിന് ചെറുപ്പക്കാർ ഉൾപ്പെടെ സമരം നടത്തിയ ഐതിഹാസികമായ സമര പോരാട്ടങ്ങളിലൂടെ ഒരുപാട് പട്ടിണിയുടെയും യാതനയുടെയും വേദനയുടെയും ഭാഗമായിട്ട് ഉണ്ടായ ഒരു മുന്നണിയാണ് കേരളത്തിലെ ഇടതു മുന്നണി. ആ മുന്നണി ഇന്ന് പോകുന്നത് എങ്ങനെയാണ്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാം വഴിവിട്ടു പോകുന്നു. സ്വാർത്ഥത എന്ന് പറഞ്ഞാൽ ഒരു ഭരണാധികാരി സംശയത്തിന്റെ നിലയിൽ സ്വാർത്ഥനായി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന അപകടം ഭരണവിരുദ്ധതയായിരിക്കും. ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താ? മുഖ്യമന്ത്രിയും ചില ആളുകൾ മാത്രം. ഞാൻ പറയട്ടെ, കേരളത്തിലെ സമുന്നതരായ CPM-ന്റെ എത്രയോ 80 സീനിയറായിട്ടുള്ള നേതാക്കൾ ആർക്കെങ്കിലും ഇന്ന് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ അല്ലെങ്കിൽ അഭിപ്രായം പറയുവാനോ അല്ലെങ്കിൽ പിണറായി വിജയനുമായി സംസാരിക്കുവാനോ പോലെ അവസരം പോലും നിഷേധിക്കുന്നു. ഇതിന്റെ ഭാഗം ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ. ഞാൻ നിർത്തുകയാണ്. ഒറ്റ കാര്യം കൂടെ ഉള്ളൂ. ഏകാധിപതികളുടെ ലോകത്തിലെ ഏകാധിപതിയുടെ അവസാനം എന്തായിരുന്നു? ദാരുണമായിരുന്നു. അതുകൊണ്ട് വളരെ വ്യക്തമായി പറയാം, കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്നുള്ള നിലയ്ക്ക് പൂർണ്ണമായും പരാജയമാണ്. മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് പൂർണ്ണമായി പരാജയമാണ്. അതുകൊണ്ട് ലെവലേശമെങ്കിലും കേരളത്തിലെ സമൂഹത്തോട് ക്രമസമാധാനം നിയന്ത്രിക്കേണ്ട പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പൂർണ്ണ പരാജയമാണത്. അദ്ദേഹം അങ്ങനെയുള്ള നമ്മുടെ പോലീസ് സംവിധാനം എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി ആംബുലൻസിൽ യാത്ര ചെയ്തിട്ട് പോലും നടപടിയെടുക്കാതിരുന്നത് എന്ന സംശയമുണ്ട്. അത് മാത്രവുമല്ല, CPIയുടെ തൃശൂർ മണ്ഡലം സെക്രട്ടറി സുമേഷ് PK ആണെന്ന് പോലീസ് കമ്മീഷണർക്ക് ഇതുമായി ബന്ധപ്പെട്ട് കേസെടുക്കണമെന്ന് പരാതി നൽകിയത്. കഴിഞ്ഞ ദിവസം CPIയുടെ നേതാവ് തന്നെയായിരുന്ന മുൻ മന്ത്രിയായിരുന്ന VS സുനിൽകുമാർ അദ്ദേഹം പറഞ്ഞത് അന്ന് നടപടിയൊന്നും എടുത്തില്ല, ഇന്നെങ്കിലും കേസെടുക്കാൻ തയ്യാറാകണമെന്ന് ഇന്നലെ പ്രതികരിച്ചിരുന്നു. ഞാൻ താങ്കളിലേക്ക് വരാം.